ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഉരുളക്കിഴങ്ങും മൈദയും മല്ലിയിലയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതൊരു ഫ്രൈ ചെയ്യുന്ന ഒരു ഐറ്റം, ഒരു സ്നാക്സ് ഐറ്റമാണ്. ഇതിന് പിന്നെ മല്ലിയില, ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചത്, അതുപോലെ അല്പം സോഡാപ്പൊടി, ഉപ്പ്, മൈദപ്പൊടി വേണം, ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, മൈദയും വേണം. അതുമെല്ലാം കൂടെ കൂട്ടി ഒന്ന് കുഴച്ച് നല്ല സോഫ്റ്റ് ആകും. ഇത് കുഴയ്ക്കുമ്പോൾ നല്ല നമ്മുടെ കൈ കൊണ്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അത് നല്ല മാർദ്ദമായിരിക്കും. അതിന് ഒരു 4-5 മിനിറ്റ് കൂടെ വെച്ച് ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ്, സോഡാപ്പൊടി ഇരുന്ന് പുളിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്ത ശേഷം നമ്മൾ ഇത് ഒരു പിന്നെ ചപ്പാത്തി പരത്തുന്ന ഒരു തടി കൊണ്ട് ഒന്ന് ലെവലാക്കി എടുക്കണം. അതിനു മുമ്പ് മൈദയുടെ പൊടി ഈ പിന്നെ പരത്തുന്ന ഏത് പ്രതലത്തിലാണോ അതിലൊന്ന് തൂവി ഇതിൻ്റെ 2 സൈഡും ഈ പൊടിയൊന്ന് പിന്നെ കുടയേണ്ടതുണ്ട്. കാരണം ഇത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ഇത് നല്ല കൂട്ട് എത്രയും നിങ്ങൾക്ക് പിന്നെ കനം കുറച്ച് പരത്താമോ അത്രയും കനം കുറച്ച് പരത്തി ഇതിനെ ഒരു പിന്നെ കത്തി കൊണ്ട് കട്ട് ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണേൽ കട്ട് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. നിങ്ങളതൊന്നും ചെയ്ത് നോക്കിയിട്ട് പിന്നെ ടേസ്റ്റ് ഇത് നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യണം. പിന്നെ ഇത് നന്നായിട്ട് ഇത് നിങ്ങൾക്ക് ഏത് രീതി കട്ട് ചെയ്യണോ ആ രീതി കട്ട് ചെയ്യാം. സ്ക്വയർ ഷേപ്പിലായാലോ, വൃത്ത ഷേപ്പിലായാലോ, അല്ലെങ്കിൽ ചതുരത്തിലായാലോ, എങ്ങനെ വേണോ നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിലത്. ഇപ്പം ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് അത് ഇച്ചിരി കൂടി ചെറുതാക്കി വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എണ്ണ നന്നായിട്ട് തിളച്ച ശേഷമേ ഇത് പിന്നെ എണ്ണയ്ക്കകത്ത് ഇട്ട് വറുത്തെടുക്കണം. നല്ലോട്ട് തിളച്ച ശേഷം ഇടുക. അതുപോലെ ഒത്തിരി അങ്ങ് മൂപ്പിക്കാതിരിക്കുക. എന്നുവെച്ചാൽ മൂക്കണം, നല്ലോട്ട് മൂക്കണം. അതൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ എടുക്കണം, അല്ലെങ്കിൽ ഇത് കരിയും പെട്ടെന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു മുട്ടയും കൂടെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ക്രിസ്പിനെസ് കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ മുട്ട ചേർത്തിട്ടില്ല, പക്ഷേ ഇതങ്ങോട്ട് ഇടുമ്പം തന്നെ ഇത് ബോൾ പോലെക്ക് പൊങ്ങും. പെട്ടെന്ന് അങ്ങോട്ട് ഈ തിളച്ച് നിൽക്കുന്ന എണ്ണയ്ക്കകത്തോട്ട് ഇടുമ്പം തന്നെ ഇത് പെട്ടെന്ന് ഇത് പൊങ്ങി വരും. അതുപോലെ 2 വശവും തിരിച്ച് അകവശവും പുറവശവും തിരിച്ചിട്ട് കൊടുത്ത് മൂപ്പിച്ചെടുക്കുക. ഇത് 4 മണിക്ക് ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയും ഒക്കെ ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ആ മല്ലിയുടെ ടേസ്റ്റും ഉരുളൻകിഴങ്ങിൻ്റെയും ഒക്കെ ആ ടേസ്റ്റ് നല്ലതാണ്. അതുപോലെ ഞാൻ വറക്കുമ്പം കണ്ടില്ലേ, 2 വശവും തിരിച്ചിട്ട് മൂക്കുന്നത് വാങ്ങി. അതുപോലെ ഇച്ചിരി ടൊമാറ്റോ സോസ് ചേർത്ത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം എത്രമാത്രം അത് ടേസ്റ്റ് ഉള്ളതാണ് എന്ന്. ഇത് ഭംഗിയാണ് കാണാൻ. നോക്കൂ.